നമസ്കാരം. ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തി. അതിനുശേഷം ആദ്യം നടന്നത് ഇത്രയും വർഷം പ്രതിപക്ഷ നേതാവായില്ല, പെട്ടെന്നൊരു പ്രതിപക്ഷ നേതാവായതിന്റെ ഒരു ചെറിയൊരു സ്ഫോടനമാണ് രാഹുൽ ഗാന്ധി അവിടെ കാണിച്ചത്. സ്പീക്കർ ഓം ബിർളയെ എടുത്തിട്ട് എന്തൊക്കെയോ പറയുന്നു, നരേന്ദ്രമോദിയെ പറയുന്നു, ഹിന്ദുക്കളെ എടുത്തിട്ട് അപമാനിക്കുന്നു. ആ രീതിയിൽ, അതായത് ഒരു തരത്തിൽ മണിച്ചിത്രത്താഴ് സിനിമയിൽ നാഗവല്ലി ശോഭന എങ്ങനെയാണോ നാഗവല്ലിയുടെ കഥാപാത്രമാവുന്നത്, അതുപോലെയാണ് രാഹുൽ ഗാന്ധി കുറച്ചു സമയം നാഗവല്ലിയായത്. അതിനുശേഷം അവിടെ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ചെറുതായിട്ടൊന്ന് പിടിച്ച് തന്നെ രാഹുൽ ഗാന്ധി വീഴ്ത്താൻ നോക്കുന്നു, തിരിച്ചടിക്കുന്നു അവർ. പക്ഷെ അതിലൊന്നും രാഹുൽ ഗാന്ധി നിൽക്കുന്നില്ല. അവസാനം അനുരാഗ് ഠാക്കൂർ എണീക്കുന്നു, രാഹുൽ ഗാന്ധിയോട് 4 വർത്തമാനം പറയുന്നു. എന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധി ഭരണഘടനയെ പൊക്കിപ്പിടിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അതോടെ അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറുന്ന ഒരവസ്ഥയാണ് പിന്നെ ലോകസഭയിൽ കണ്ടത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കുറച്ച് ദിവസം മുമ്പ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അനുരാഗ് ഠാക്കൂർ എം പി വെള്ളം കുടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അതന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലപോലെ വൈറലായ ഒരു സംഭവമാണ്. ലോകസഭയിൽ ഭരണഘടന ഉയർത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെവി പൊത്തിപ്പിടിക്കുന്നൊരവസ്ഥ, ഭരണഘടന കാണുമ്പോൾ കണ്ണ് പൊത്തിപ്പിടിക്കുന്നൊരവസ്ഥ, ഭരണഘടന കാണുമ്പോൾ തല തിരിച്ചു നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത്. അതിന് കാരണം BJP എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ നമ്മുടെ തീപ്പൊരി നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ നല്ല ശരം വേഗത്തിലുള്ള ചോദ്യത്തിന് മുന്നിൽ പതറി വീണു നമ്മുടെ പപ്പുമോൻ. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ അന്നു മുതൽ ഭരണഘടനയും പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന രാഹുൽ ഗാന്ധി ഈ കൊച്ചുകുട്ടികൾ ചോക്ലേറ്റ് പൊക്കിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ എന്ത് ചോദിച്ചാലും ഭരണഘടന പൊക്കിപ്പിടിച്ചു നിൽക്കും. എന്തെങ്കിലും ചോദിച്ചാൽ ഭരണഘടന ഉയർത്തി കാണിക്കും. അതാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് കയ്യിൽ കൊണ്ട് നടക്കാനും ഉയർത്തിപ്പിടിക്കാനും കാണിക്കുന്ന ആർജവം, അതിന്റെ പകുതി സമയമെടുത്ത് രാഹുൽ ഗാന്ധി അതൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഭരണഘടനയുടെ അവസാന പേജ് ഒന്ന് എത്തി മറച്ചു നോക്കി, അല്ലെങ്കിൽ എത്ര പേജ് ഉണ്ട് എന്ന് നോക്കിയിരുന്നെങ്കിൽ, അതന്നെ വേണമെന്നില്ല, ഭരണഘടനയുടെ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര പേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതൊന്ന് നോക്കിയിരുന്നെങ്കിൽ ഭരണഘടനയിൽ എത്ര പേജ് ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു അടിസ്ഥാനമായ ഒരു നോളേജ് എങ്കിലും കിട്ടുമായിരുന്നു. താക്കൂറിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വാ പൊളിച്ചു നിൽക്കുന്ന രാഹുലിനെയാണ് പിന്നെ മാധ്യമങ്ങളുടെ ക്യാമറകൾ കണ്ടത്. ഭരണഘടനാ പുസ്തകത്തിൽ എത്ര പേജുകൾ ഉണ്ടെന്ന് ചോദിച്ച അനുരാഗ് ഠാക്കൂർ അതിലെ നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് രാഹുലിനോട് ചോദിച്ചു. അറിയില്ല. പുസ്തകത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു. അളന്നു നോക്കിയിട്ട് നാളെ പറയാമെന്നായി. അതിലെത്ര ആർട്ടിക്കിൾ ഉണ്ടെന്ന് ചോദിച്ചു. അറിയില്ല. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അറിയില്ല. എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് തലയാട്ടി. എല്ലാം കേട്ട് വിചലംബിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ലോകസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കണ്ടത്. ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നടക്കാതെ അതൊന്ന് തുറന്നു നോക്കൂ രാഹുൽ ഗാന്ധി എന്ന് അനുരാഗ് ഠാക്കൂർ സ്നേഹത്തോടെ പറഞ്ഞു. സഭയിൽ താക്കൂറിന് മാസ് പരിവേഷമായിരുന്നു പിന്നെ അവിടെ കിട്ടിയത്. രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറുമെന്ന്. താക്കൂറിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാഹുൽ തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് പിന്നെ കണ്ടത്. ലോകസഭയിലെ ചോദ്യോത്തരവേളയിലും സത്യപ്രതിജ്ഞാ ചടങ്ങിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസ് നേതാക്കൾക്ക് മാസ് ആയിട്ടായിരുന്നു. ഉയർത്തിക്കാട്ടിയത് അവർ വലിയ മാസ് എണ്ണൂറായിട്ട് കൈയൊക്കെ അടിച്ചു. പിന്നെ കണ്ടത് ദേ കിടക്കുന്ന രാഹുൽ ഗാന്ധിയായിരുന്നു. എന്നാൽ അതിലും മാസിന്റെ മാസ് പ്രകടനമായി മുൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രിയും എംപിയുമായ അനുരാഗ് ഠാക്കൂർ അവിടെ നടത്തിയത്. രാഹുൽ അതിനുശേഷം ഭരണഘടന കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നതാണ് അറിയാൻ സാധിച്ചത്. ഇപ്പൊ മണിപ്പൂരിൽ പോയി കയ്യിൽ ഭരണഘടനയില്ല. ഇനി അത് പഠിക്കുന്ന തിരക്കിലാണോ അതോ ഭരണഘടന പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും സ്കൂളിൽ അതോ കോളേജിലോ ചേർന്നതാണോ എന്നറിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിപ്പിടിച്ച് മോദി സർക്കാരിനെ ലോകസഭയിൽ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പിതാവിന്റെ അമ്മ കൂടിയായ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ ഇരുണ്ട കാലവും ഓർക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന സമയത്ത് ഭരണഘടന തൊട്ട് നോക്കാനുള്ള ഒരു സാഹചര്യം പോലും അന്ന് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഭരണഘടന മുഴുവനും പൂട്ടുന്നൊരവസ്ഥ, പിന്നെ അടിയന്തരാവസ്ഥ, ആരെയും ഇഷ്ടം പോലെ കള്ളക്കേസിൽ കുടുക്കുന്നൊരവസ്ഥയായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തിരുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വിവാദപൂർണമായ നീണ്ട 21 മാസങ്ങളായിരുന്നു ആ അടിയന്തരാവസ്ഥ കാലഘട്ടം. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം
ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 352 വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അധികാര ദുർവിനിയോഗത്തിനും ഏകാധിപത്യ ഭരണത്തിനും തുടക്കമായിരുന്നു അവിടെ നിന്നാണ്. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതോടെ സ്വയം ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകളും പൗരാവകാശങ്ങൾ റദ്ദാക്കാനും പരിമിതപ്പെടുത്താനുമുള്ള അധികാരവും ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുകയുണ്ടായി. 1975 ജൂൺ 25 മുതൽ 1977 വരെ നീണ്ട കറുത്ത അധ്യായമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ അന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് രാഹുൽ ഗാന്ധി ഒന്നോർത്താൽ ഭരണഘടന പിന്നെ കൈകൊണ്ട് തൊടാനുള്ള ആർജവവും ആ ഒരു നാണക്കേടും കൊണ്ട് തല താഴ്ത്തി നടക്കുമെന്നത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.